നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ മുൻ ജീവനക്കാർ ചെക്കുകളിലും ബില്ലുകളിലും കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ പിഴ ഈടാക്കുവാൻ നിർദ്ദേശം. മുൻ ജീവനക്കാരനായ സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ, അക്കൗണ്ടന്റ് ബിനോയ് എന്നിവരിൽ നിന്നും 25,91,368 രൂപ ഈടാക്കുവാനാണ് ഉത്തരവ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി നെടുങ്കണ്ടം പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ മുൻ ജീവനക്കാർ ചെക്കുകളിലും ബില്ലുകളിലും കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ മുൻ സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ, അക്കൗണ്ടന്റ് PB ബിനോയ് എന്നിവരിൽ നിന്നും 25,96,000 രൂപ ഈടാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയുടെ ഉത്തരവ്. നെടുങ്കണ്ടം പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2023 നടന്ന ക്രമക്കേടാണ് കഴിഞ്ഞ വർഷം കണ്ടെത്തിയത്. മുൻ ഭരണസമിതിയുടെ കാലത്താണ് ക്രമക്കേട് നടന്നതെന്നും ഇത് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് UDF പ്രതിനിധികൾ അന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ പറഞ്ഞു. ഏകദേശം 22 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് അന്ന് കണ്ടുപിടിച്ചത്. ഇപ്പം 22 ലക്ഷം രൂപയും അതോടൊപ്പം അതിന്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ 26 ലക്ഷം രൂപയോളം തിരിച്ചടക്കാനായിട്ടുള്ള ഒരു ഓർഡർ ആയിട്ടുള്ളതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്കറിയാം. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് അത് നിലനിന്നിരുന്നത്. പിന്നെ UDFന്റെ പ്രതിപക്ഷ അംഗങ്ങൾ ശക്തമായ രീതിയിൽ അതിനെതിരെ രംഗത്ത് വരികയും അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ ഫലമായിട്ടാണ്, അതിന്റെ ഒരു വിജയമാണ് ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോഴും ഈ ക്രമക്കേട് കണ്ടുപിടിച്ചിട്ടും 2 പഞ്ചായത്ത് ജീവനക്കാർ ഇപ്പോഴും സർവീസിൽ നിലനിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. വൈദ്യുതി ബിൽ അടക്കം പഞ്ചായത്തിൽ ചെലവാകുന്ന തുകയ്ക്ക് നൽകുന്ന ചെക്കുകളിൽ കൃത്രിമം കാട്ടി കൂടുതൽ തുക എഴുതിയെടുത്താണ് തട്ടിപ്പ് നടന്നത്. അംഗൻവാടികളടക്കമുള്ള സ്ഥാപനങ്ങളുടെ വൈദ്യുതി ബില്ലും മറ്റും യഥാസമയം അടയ്ക്കാതെ കട്ടിങ്ങിനായി കാത്തിരിക്കുകയും അതോടൊപ്പം സെക്രട്ടറിക്ക് തിരക്കുള്ള സമയത്ത് എന്ന് ഒപ്പിടുവിക്കുകയുമായിരുന്നു. ക്രമക്കേടിനെ പറ്റി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഫിനാൻസ് മാനേജ്മെന്റ് ഇൻസ്പെക്ഷൻ വിഭാഗം അന്വേഷണം നടത്തി പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പണം തിരിച്ചടയ്ക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തട്ടിയെടുത്ത തുക 18% പലിശയോടുകൂടി 2 പേരിൽ നിന്നും തുല്യമായി ഈടാക്കി പഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.